السلام عليكم ورحمة الله تعالى وبركاته. الحمد لله الحمد لله رب العالمين، والعاقبة للمتقين ولا عدوان إلا على الظالمين، والصلاة والسلام على سيدنا محمد صلى الله عليه وسلم خاتم النبيين، وعلى آله وصحبه أجمعين. أما بعد، بسم الله الرحمن الرحيم. ليسوا سواء من أهل الكتاب أمة قائمة يتلون آيات الله آناء الليل يتلون آيات الله آناء الليل وهم يسجدون، يؤمنون بالله واليوم الآخر ويأمرون بالمعروف وينهون عن المنكر ويسارعون في الخيرات، أولئك من الصالحين. صدق الله مولانا العظيم. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم، مولاي صل وسلم دائما أبدا. ആദരണീയരായ ഉസ്താദ് അവറുകൾ, PCH ഉസ്താദ് അവറുകൾ, മറ്റു ഉലമാക്കൾ, പണ്ഡിതന്മാർ, ഉമറാക്കൾ, സഹോദരന്മാർ, സഹോദരിമാരെ, അല്ലാഹു നമ്മുടെ ഒത്തുകൂടൽ പാരത്രിക ലോകത്ത് ഗുണം ലഭിക്കുന്ന നല്ല പ്രവർത്തനമായി നമ്മിൽ നിന്ന് സ്വീകരിച്ച് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീനൊരു ഊക്കില്ലല്ലോ. അല്ലാഹു നമുക്ക് ഖൈർ പ്രദാനം ചെയ്യട്ടെ. ബഹുമാനപ്പെട്ട സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ പേരിൽ മാസം തോറും ഈ പ്രദേശത്ത് നടന്നു വരാറുള്ള മൗലിദ് സദസ്സും വർഷം തോറും നടത്തി വരാറുള്ള വാർഷികം, അതിൻ്റെ ഭാഗമായുള്ള ഒത്തുകൂടലിലാണ് നമ്മളൊക്കെ. നേരത്തെ ആറ്റുപുറം ഉസ്താദ് അവറുകൾ സൂചിപ്പിച്ചതുപോലെ ബഹുമാനപ്പെട്ട സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആരാണ്, അവിടുത്തെ മഹത്വം എന്താണ് എന്ന് ഈ പ്രദേശത്തുകാർക്ക് ബോധവും ബോധ്യവും ഉണ്ടാവാൻ തക്കത്ത വിധത്തിൽ ഒട്ടനവധി പ്രത്യേകതകളും സംരംഭങ്ങളും നാം ഇവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്.
സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് 10 പേരുകളുണ്ട്. വിശുദ്ധ ഖുർആനിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് വെച്ച ഒരു പേര് സ്വാഹിബ് എന്നാണ്. സൂറത്തു തൗബയിൽ അല്ലാഹു തആല ഗാർ സൗർ ഗുഹയിലുള്ള സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പരാമർശിച്ചുകൊണ്ട് ഹൈലൈറ്റ് ചെയ്തു പറഞ്ഞപ്പോൾ അവിടെ വിശേഷിപ്പിച്ചത് സ്വാഹിബ് എന്നാണ്. അതിൻ്റെ അർത്ഥം സഹചാരി, സുഹബ, ഇൻറ്റിമേറ്റ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയാം. സന്തത സഹചാരിയാണ്, കൂട്ടുകാരനാണ്. നിങ്ങൾ നോക്ക്, സിദ്ദീഖ് തങ്ങളും തിരുനബിയും തമ്മിലുള്ള മെൻ്റൽ അറ്റാച്ച്മെൻറ്റ്, ആ മാനസിക പൊരുത്തം ഏത് പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും കൂടെയുണ്ടാവുക എന്നത് ഏറ്റവും വലിയ പ്രധാനപ്പെട്ടൊരു സംഭവമാണ്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് 430 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ്. ഈ 430 കിലോമീറ്റർ ഹിജറ പോകുമ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ഉണ്ടായത് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ്. നബി തങ്ങൾക്ക് നടക്കാൻ പ്രയാസമായൊരു സമയം ഥൗർ ഗുഹ, ഥൗർ ഇബ്ൻ അബ്ദ് മനാത്ത് എന്ന് പറഞ്ഞൊരാളുണ്ടായിരുന്നു. ജാഹിലിയ കാലഘട്ടത്തിൽ കൊള്ളയും കൊള്ളിവെപ്പും പ്രശ്നങ്ങളും പ്രയാസങ്ങളും അക്രമങ്ങളും അരാജകത്വവും മരങ്ങുവാണ സമയത്ത് നല്ലത് ചിന്തിക്കുന്ന ഒരാളായിരുന്നു ഥൗർ ബിൻ അബ്ദ് മനാത്ത്. ആ ഥൗർ ബിൻ അബ്ദ് മനാത്ത് എന്ന് പറഞ്ഞവർ അക്രമികളായ ആളുകൾ നല്ലത് പറഞ്ഞ സമയം ഥൗർ ബിൻ അബ്ദ് മനാത്തിനെ ആട്ടിയോടിച്ചപ്പോൾ അഭയം പ്രാപിച്ചത് ഈ ഗുഹയുടെ മുകളിലാണ്. നബി തങ്ങൾ ഹിജ്റ പോകുമ്പോൾ കയറിയ ഗുഹ. ആ ഗുഹയിൽ ഥൗർ ബിൻ അബ്ദ് മനാത്ത് എന്നവർ മരണപ്പെട്ടപ്പോൾ ആ ഗുഹയ്ക്ക് ഥൗർ എന്ന പേര് വന്നു. അങ്ങനെ ഉണ്ടാവുമല്ലോ. ഇപ്പൊ കുറ്റ്യാടി എത്തുന്നതിൻ്റെ തൊട്ട് മുമ്പുള്ള സ്റ്റോപ്പിലെ ലെഫ്റ്റ് സൈഡിലെ ബസ് സ്റ്റോപ്പിൽ എഴുതി വെച്ചിട്ടുള്ളത് മൂരികുത്തി എന്നാണ്. ആ ബസ് സ്റ്റോപ്പിൻ്റെ പേര് മൂരികുത്തി എന്നാണ്. ആരേ ഒരാളെ മൂരി കുത്തി തള്ളിയപ്പോൾ ഇപ്പം അവിടെ ആ സ്ഥലത്തിൻ്റെ പേര് തന്നെ മൂരികുത്തി എന്നായി. മതിയായ ഫെയിലാണ്, കഴിഞ്ഞുപോയ സംഭവമാണ്. ഞങ്ങളെ കുമരമ്പത്തൂർ പള്ളിക്കുന്ന് എത്തുന്നതിൻ്റെ മുമ്പുള്ള സ്റ്റോപ്പിൻ്റെ പേര് വിസപ്പടി എന്നാണ്. ഒരാൾ വിസ കച്ചവടം ചെയ്ത് നാട്ടിൽ നിന്ന് മുങ്ങിയപ്പോൾ ആളുകൾ വിസക്കാരൻ അന്വേഷിച്ചു വന്ന് ഇപ്പോൾ വിസപ്പടി. അങ്ങനെ ഓരോ സന്ദർഭത്തിനും സമയത്തിനും അനുസരിച്ച് പേരുണ്ടാകും. ഒമാൻ ഒരു രാജ്യമാണ്. ആ പേര് വരാൻ കാരണം എന്താ? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ഒരു മകനാണ് ഒമാൻ. നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ തൂഫാൻ എന്ന പ്രളയത്തിന് ശേഷം ആ നാടിനെ ജനശൂന്യമായ, ഫലശൂന്യമായ, ജലശൂന്യമായ ആ നാടിനെ എല്ലാ നിലക്കും സംസ്കരിക്കുകയും ജനങ്ങൾക്ക് വസിക്കാനുതകുന്ന രൂപത്തിലുള്ള സംവിധാനവും ഒരുക്കിയ കാരണം ആ രാജ്യത്തിൻ്റെ പേര് ഒമാൻ. നമ്മൾ ഒമാൻ എന്ന് പറയും. അബൂബക്കറിനെ പോക്കർ എന്ന് പറയുന്നത് പോലെ മെഹ്റാൻ എന്ന സഹാബിൻ്റെ പേര് വീരാൻ എന്ന് നമ്മളാക്കി.
എന്നിട്ടത് വീരൻ അങ്ങോട്ട് ആകെ കൂട്ടിമാട്ടുകയാണ്. ഒരറബി ഒരാളെ പേര് വെച്ച് നോക്കുമ്പോൾ പോക്കരുന്ന് പറഞ്ഞു. ഇതേതാ ജാതി അറിയാതെ പറഞ്ഞു വിട്ടു പറഞ്ഞു. പിന്നെയാണ് വേലായുധം എന്ന് പറഞ്ഞ ആളെ പാസ്പോർട്ട് നോക്കിയൊക്കെ വലിയ നല്ല നേരത്തെ സ്വന്തം ആളാണ്, അയാൾക്ക് വലിയുദ്ദീൻ എന്നാണ് കേട്ടത്. അപ്പം അങ്ങനെ എന്താകലുണ്ട്, പേര് കേൾക്കുമ്പോൾ തന്നെ അത് കൂട്ടിമാട്ടി പോകാറുണ്ട്. ആ സൗർ ഗുഹ സ്ഥിതി ചെയ്യുന്നത് ഭൂനിരപ്പിൽ നിന്ന് 761 മീറ്ററാണ്. ഇപ്പോൾ ഈ പള്ളി ഈ ഫ്ലോറിൽ നിന്ന് അതിൻ്റെ റൂഫിങ്ങിലേക്ക് 390. സംശയമുള്ളവർക്ക് നാളെ അളന്ന് നോക്കാം. നോർമൽ സാധാരണഗതിയിലെ ടെറസ് 3 മീറ്ററും 23 സെൻറ്റിമീറ്ററും ഉണ്ടാവുക. അത് ചില തിക്കൻസിനും ഇതിനൊക്കെ അനുസരിച്ച് ചെറിയ ചെറിയ സെൻറ്റിമീറ്ററുകൾ മാറിയേക്കാം. അപ്പം ഇനി ഒരു 4 മീറ്ററും 20 ഉണ്ട് എന്ന് വെക്കുക. വലിയ പള്ളികൾക്കൊക്കെ അങ്ങനെ ഹൈറ്റ് കൊടുക്കാറുണ്ട്. ശരി, ആ ഒരു പള്ളിയുടെ മുകളിലേക്ക് കോണിയിൽ നമുക്കൊരാളെ ചുമന്ന് കയറ്റാൻ കഴിയുമോ? വളരെ റയറാണ്. 2 3 ആളുമാണ് ഒരാളെ മേലെ കയറ്റണമെങ്കിൽ. എന്നാൽ 761 മീറ്ററുള്ള ആ ഗുഹയിലേക്ക് ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചുമന്നുകൊണ്ട് കയറ്റിയത് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് വസാനിയത്തിനൈനി ഫിൽ ഗാരിൽ മുനീഫ് ലഖതഫല്ലദു ബിഹി ഇസ്അദൽ ജബല وكان حب رسول الله قد علموا من البرية لم يعدل به رجلا. കേവലം 3 മീറ്റർ 4 മീറ്റർ ഉയരത്തേക്ക് ഒരാളെ ചുമന്നു കൊണ്ടുപോവാൻ കഴിയില്ലെങ്കിൽ സിദ്ദീഖ് തങ്ങൾ, ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ മുത്ത് ഹബീബിനെ 761 മീറ്റർ ഉയരത്തിലേക്ക് ചുമന്നുകൊണ്ടുപോയത് എന്തിൻ്റെ പേരിലാണ്? അതാണ് മഹബത്തിൻ്റെ എനർജി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പേര് നൽകിയത് സ്വാഹിബ്. അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ സ്വാഹിബ് എന്ന് വിളിച്ചത് അതുകൊണ്ടാണ്. അങ്ങനെ ബഹുമാനപ്പെട്ടവരുടെ ഒരു പേര് അതാണെങ്കിൽ സിദ്ദീഖ് തങ്ങളുടെ ആധാർ കാർഡിലുള്ള പേര് അബ്ദുൽ കഅബ എന്നാണ്. ഡ്രൈവിംഗ് ലൈസൻസിലും അങ്ങനെ. അന്ന് ലൈസൻസ് ഇല്ല. സപ്പോസ് ഉണ്ടായിരുന്നുവെങ്കിൽ പേര് അബ്ദുൽ കഅബ എന്നാണ്. ആ പേര് വരാനുള്ള കാരണം ബഹുമാനപ്പെട്ട സിദ്ദീഖ് തങ്ങളുടെ ഉമ്മ മക്കം ഫതഹിൻ്റെ മുമ്പ് വിശ്വസിച്ചിട്ടുണ്ട്. ഒരു അഭിപ്രായം ഉമ്മ അപ്പോഴേക്കും മരണപ്പെട്ടിട്ടുണ്ട്. എന്നാൽ മക്കം ഫതഹിൻ്റെ അന്ന് അബൂ ഖുഹാഫ പിതാവ് വിശ്വസിച്ചിട്ടുണ്ട്. അത് ഇന്ന് ഓതിയ മൗലിദിൽ നമ്മൾ കണ്ടു. അബൂ ഖുബൈസിൽ വെച്ചുകൊണ്ട് മകളെ കയ്യും പിടിച്ച് ആരാണെന്നൊക്കെ ചോദിച്ചതും ആ പശ്ചാത്തലമൊക്കെ മൗലിദിൽ വിശദീകരിച്ചിട്ടുണ്ട്. മക്കളും കുടുംബവും ബാപ്പയും എല്ലാം വിശ്വസിച്ച സ്വഹാബിയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അങ്ങനെ 6 സഹോദരന്മാർ മരണപ്പെട്ടു. കൊല്ലം പ്രസവിക്കുന്നുണ്ട് ഉമ്മ. വർഷം തോറും നടന്നു വരാറുള്ള പ്രസവം അങ്ങനെ നടക്കുന്നുണ്ട്. പക്ഷെ കുട്ടികൾ കുനുകുനേനെ മരിച്ചു പോകുക. 6 മരണപ്പെട്ടപ്പോൾ 7-ാം പ്രാവശ്യം ഗർഭിണിയായ സമയത്ത് ബഹുമാനപ്പെട്ട സിദ്ദീഖ് തങ്ങളുടെ ഉമ്മ കഅബാലയത്തിൻ്റെ കില്ല പിടിച്ചുകൊണ്ട് പറഞ്ഞു, റബ്ബേ ഈ കുട്ടീനെ എനിക്ക് വേണം.
ഈ കുട്ടിയെ എനിക്ക് ജീവനോടെ തന്നാൽ ഈ കുട്ടിയെ ഞാൻ അക്രമികളിൽ നിന്ന് രക്ഷപ്പെടുത്തും, അക്രമം കാണിക്കുന്നതിൽ നിന്ന് രക്ഷപ്പെടുത്തും. അന്ന് കള്ളുപിടി ഹറാമാണ് എന്ന് ആയത്തിറങ്ങിയിട്ടില്ല, ഖുർആൻ വന്നിട്ടില്ല. വ്യഭിചാരം മോശമാണ് എന്നുള്ളതിനുള്ള നിർദ്ദേശം വന്നിട്ടില്ല. എന്നാൽ അതൊക്കെ നല്ല മനസ്സുള്ള ആളുകൾ തെറ്റായി കണ്ടിരുന്ന ഹക്കമത്തിൽ മുഅ്തസിലത്തു വൽ അഖല എന്ന് പറഞ്ഞതുപോലെ നോർമൽ മൈൻഡിൽ തെറ്റാണ് എന്ന് വിലയിരുത്തിയിരുന്ന ആ പാപങ്ങൾ ഈ കുട്ടി ചെയ്യാതെ ഞാൻ കാത്തുരക്ഷിക്കാം എന്ന് തീരുമാനം വെച്ചു. അങ്ങനെ സിദ്ദീഖ് തങ്ങളെ മരിക്കാതെ തന്നെ ഉമ്മാക്ക് തിരിച്ചു കിട്ടി. അങ്ങനെയാണ് അബ്ദുൽ കഅബ എന്ന പേരിട്ടത്. ആ അബ്ദുൽ കഅബ എന്ന പേര് 22ാമത്തെ വയസ്സിൽ അത് അബ്ദുള്ള എന്ന പേരായി മാറി. പിന്നീട് അബൂബക്കർ സിദ്ദീഖ് എന്ന പേര് വന്നു. പല കാരണങ്ങളുണ്ട്, സമയമില്ലാത്തത് കൊണ്ട് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. എന്താണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രത്യേകത? വിശുദ്ധ ഖുർആനിൽ അൽ അത്ഖാ എന്ന് വിളിച്ചിട്ടുണ്ട്. വല്ലദീന ജാഉ ബിസ്സിദ്ഖി എന്ന് സിദ്ദീഖിലേക്കുള്ള സൂചന നൽകിയിട്ടുണ്ട്. ആ നിലക്ക് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ലോകത്ത് പിന്തുടരപ്പെടേണ്ട മാതൃകാ വ്യക്തിത്വമാവാൻ കാരണം മാ ഫളലകും അബൂബക്കർ റളിയല്ലാഹു അൻഹു ബികസറത്തി സ്വലാത്തിൻ വലാ സിയാം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിസ്കാരം ഒരുപാട് റക്അത്തിന്റെ എണ്ണം കൂടിയത് കൊണ്ടോ അതല്ലെങ്കിൽ നോമ്പിന്റെ ദിനങ്ങൾ ഒരുപാട് വർദ്ധിച്ചതുകൊണ്ടോ അല്ല. പിന്നെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉന്നതനാവാനുള്ള കാരണം വലാകിൻ ബിശൈഇൻ വഖിറ ഫീ ഖൽബിഹി, അവിടുത്തെ മനസ്സിൽ 4 ഗുണങ്ങളുണ്ടായിരുന്നു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഖൽബ് 4 ഗുണങ്ങളെ കൊണ്ട് നിബിഡമായിരുന്നു, സജീവമായിരുന്നു. ഏതൊരു വ്യക്തിയും വിജയത്തിൻ്റെ ഉത്തുംഗതയിലെ ഉന്നതിയിലേക്ക് ഉയർത്തപ്പെടാൻ പര്യാപ്തമാകുന്ന, ജീവിതത്തിൽ അനിവാര്യമായും അനുവർത്തിക്കേണ്ട അവിഭാജ്യ ഘടകമായ 4 കാര്യം ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൽ ഉണ്ടായപ്പോൾ ബഹുമാനപ്പെട്ടവർ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഇഷ്ടപ്പെട്ട വ്യക്തിത്വമായി മാറി. അവിടുന്ന് തിരു ഹബീബിനോടും ഏറ്റവും ബന്ധമുള്ളവരായി മാറി. ഹുബ്ബിബ ഇലയ്യ മിൻ ദുനിയാകും സലാസ, ഞാൻ ഈ ഭൗതിക ലോകത്ത് പലരെയും കാണുന്നുണ്ട്, പലതും ഞാൻ കേൾക്കുന്നുണ്ട്, പല മേഖലയിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. എന്നാൽ എൻ്റെ ഖൽബിൽ ഏറ്റവും കൂടുതലുള്ളത് അന്നളറു ഇലൈക വൽജുലൂസു ബൈന യദൈക വഇൻഫാഖുൽ മാലി അലൈക. അവിടുന്ന് പ്രധാനപ്പെട്ട ഗുണങ്ങളെ കൊണ്ട് സജീവമായിരുന്നു. ആ സജീവമാവാനുള്ള കാരണമാണ് ഞാൻ വിശദീകരിക്കാൻ പോകുന്നത്. 3 കാര്യങ്ങൾ അവിടുന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്നു. ഒരു കാര്യം ഏതാണ്? എപ്പോഴും നബി തങ്ങളെ കൂടെയുണ്ടാവുക, ഹബീബിന്റെ മുഖത്തേക്ക് നോക്കുക, സമ്പത്ത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുക. അങ്ങനെ മനസ്സുള്ളൊരു വ്യക്തിത്വമായി മാറി. കാരണം 4. എത്ര സമ്പത്ത് ചെലവഴിക്കും? ഇസ്ലാം അടിമത്തത്തെ പ്രോത്സാഹിപ്പിക്കുന്നു, അടിമ സമ്പ്രദായത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് പറയുന്നവരുണ്ട്. എന്നാൽ അടിമയെ മോചിപ്പിക്കാൻ വേണ്ടി മാത്രം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു 40,000 ദീനാർ, 22,150 പവൻ ചെലവാക്കിയിട്ടുണ്ട്. ഒരു പവന് ഇപ്പം എത്രയെന്നാവല്ലേ? പെൺകുട്ടികളെ കല്യാണം തീരുമാനിച്ചവരോട് കറക്റ്റ് പറയും. സ്വർണ്ണ വില കൂടി, എന്നാലില്ല, കുറഞ്ഞു, അൽഹംദുലില്ലാ, അല്ലേ? 100 കൂടും, ഇങ്ങോട്ട് 20 കുറക്കും. അങ്ങനെ ഉണ്ടാകല്. പിറ്റേ ദിവസം 5 കൂടി കുറക്കും. അപ്പോൾ കുറഞ്ഞീമല കുറഞ്ഞു എന്ന് അറിയും. സംഭവം എന്താണ്? അതിന് മുമ്പ് നല്ലോണം കൂട്ടിയിട്ടുണ്ട്. ഇന്നത്തെ റേറ്റ്
57,740 റുപ്യ ഒരു പവൻ്റെ പ്യൂർ ഗോൾഡിന്. ഞാൻ GST പണിക്കൂലി പണിക്കുറവ് ആ കാൽക്കുലേറ്ററുമ്പോൾ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും ഞെക്കുമ്പോൾ 62,000 63,000 ഒക്കെ ആവും. ബേസിക് ഫെയർ കൂട്ടുക 57,740 രൂപ പ്രകാരം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടിമകളെ മോചിപ്പിക്കാൻ വേണ്ടി മാത്രം 122,91,00,000 രൂപയുടെ സ്വർണം. കോടി പറഞ്ഞ കോടി കൗക്കോലല്ല, 122,91,00,000 രൂപയുടെ ഏതോ നാട്ടിൽ നിന്ന് പിടിച്ചു കൊണ്ടുവന്ന് ഏതോ ആളുകളെ സ്വതന്ത്രരാക്കുക എന്നതിന് വേണ്ടി സമ്പത്ത് ചെലവാക്കി. അന്ന് ഈ ഈടിയൊന്നും അന്വേഷിക്കാമല്ലോ. ഇൻകം ടാക്സ് കൊടുക്കും വേണ്ട, സിദ്ദീഖ് റളിയല്ലാഹുവിനോട് പാൻ കാർഡും ഇല്ല. ഹലാലായി കച്ചവടം ചെയ്ത മുതലാണ്, ജോലി ചെയ്തുണ്ടാക്കിയതാണ്. ജോലി ചെയ്യുക എന്നുള്ളതുണ്ടല്ലോ, ചില ആൾക്കാരൊക്കെ ജോലി എന്താണെന്ന് ചോദിച്ചാൽ സ്ഥലക്കച്ചവടം അറിയും. വെറുതെ നടക്കുക തന്നെ, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. കീസിയിലുണ്ടാവും വലിയൊരു ഫോണും കയ്യിലുണ്ടാവും ചെറിയൊരു ഫോണും. മധ്യസ്ഥം വഹിക്കുമ്പോൾ എറിയാനാണ് ചെറിയ ഫോണ്, പൊട്ടിയാലും പ്രശ്നമില്ല എന്നുള്ള നിലക്ക്. ഞാനൊരു മധ്യസ്ഥത വഹിക്കണം, അപ്പോൾ ഒരാൾ ഒരൊറ്റ ഏറാ ഫോണ് നിങ്ങൾ ചോദിച്ചപ്പോൾ അങ്ങനെ ദേഷ്യം പിടിക്കണമായിരിക്കും കാട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു ഫോൺ ഉണ്ടാവും. അങ്ങനെ നടക്കും. ഇവിടെ നമ്മളെ കായ് ഒരു മാസം 51,000 കോടി എവിടേക്ക് അറിയോ? വെസ്റ്റ് ബംഗാൾ, ആസാം അതുപോലുള്ള സ്ഥലത്തേക്ക് പോണത്. കേരളത്തിലത്തെ പൈസ പോണത് ചുരുങ്ങിയ കോലത്തിൽ ആവറേജ് കൂട്ടിയാൽ 51,000 കോടി ഒരു മാസം ലോണുണ്ട്. അതുകൊണ്ട് ഇവിടെ കായില്ല. ഇവിടെ ലോണുമേലെ ലോൺ എടുത്താണ്ട് അടക്കാൻ മനുഷ്യന്മാർ അധ്വാനിക്കണം. നബിതങ്ങൾ ഒരേ ഒരാളെ കയ്യെ പിടിച്ച് മുത്തിയിട്ടുള്ളൂ. നബിതങ്ങളെ കയ്യെ എല്ലാവരും പിടിച്ച് മുത്തും. നബിതങ്ങൾ ഒരാളെ കയ്യെ പിടിച്ച് മുത്തി. നബിതങ്ങൾ അങ്ങനെ ആരെ കയ്യാ മുത്തിയത്? ബഹുമാനപ്പെട്ട സയ്യിദുനാ സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ് തിരുനബിയുടെ ശേഷം ഖലീഫയാവേണ്ടത് എന്നുള്ളതിന് എവിഡന്റ് നിരത്തിയ സ്വഹാബിയാണ്. എന്തേ കയ്യുത്താൻ കാരണം? പള്ളിയിൽ നിന്ന് ഒരു ദിവസം കൈ പിടിച്ചപ്പോൾ കയ്യുമ്മ തഴമ്പ് തന്നെയല്ലേ പറയാം. കൈക്കൂട്ടി അടച്ചാലുണ്ടാകുന്ന സാധനത്തിന് തഴമ്പ് തന്നെയല്ലേ പറയാം. നമ്മളൊക്കെ ഒരു നാട്ടുകാരാണ് അല്ലേ, നമ്മളൊക്കെ മലപ്പുറം ജില്ലക്കാരല്ലേ. തഴമ്പ്. അപ്പം ഇതെന്താന്ന് ചോദിച്ചപ്പോൾ 90 വയസ്സായിക്കണം കേട്ടോ. ഈ 90 വയസ്സായ സയ്യിദുനാ തങ്ങൾ പറയാം, ഞാൻ ഇപ്പോഴും മരത്തുമ്മ കയറലുണ്ട്, ഈത്തപ്പൻ്റെ മരത്തുമ്മ കയറലുണ്ട്. ഞാൻ സക്കാഫിയായി ദർസ് തുടങ്ങിയതിൻ്റെ ശേഷവും തെങ്ങുമ്മ കയറിയിരുന്നു. ഒരു ദിവസം വയലിന് ആളെ ക്ഷണിക്കാൻ വേണ്ടി വന്ന സമയത്ത് ഞാൻ തെങ്ങിൻ്റെ മേലെയാണ്. അതിന് പിന്നെ ഇറങ്ങിയെന്ന് പറഞ്ഞു, നിങ്ങൾ തെങ്ങുമ്മ കയറരുത്. അപ്പം അങ്ങനെ എന്താണ് പിലാവുമെന്ന് 2 വട്ടം വീണു. അപ്പം എങ്ങനെ ഏതായിരുന്നാലും ബഹുമാനപ്പെട്ട സയ്യിദ് റളിയല്ലാഹു അൻഹു മരത്തിൻ്റെ മേലെ കയറി. ഞാൻ ഇപ്പോഴും പണിയെടുക്കലും. ഇപ്പം ചില ആൾക്കാരൊക്കെ 2 കുട്ടികൾ ഗൾഫിൽ പോയാൽ ജോലി നിർത്തും. കരിയിൽ ഇനി കജും കാലും നീട്ടിയിരിക്കുകയാണ്. പാടില്ല. കഴിയണ അത്ര ജോലി ചെയ്യുക, അതിൻ്റെ ഒരു മട്ടാണ്. അതങ്ങനെയാണ് എൻ്റെ സംഭവം. അതുകൊണ്ടാണ് എന്ന് പറഞ്ഞു. അപ്പം അരിനിയു കബ്ബിലുഹ, ഈ കയ്യ് നരകം തൊടൂല, അധ്വാനിക്കുന്ന കയ്യ് നരകം തൊടൂല. ഖാല റസൂലുള്ളാഹി. അങ്ങനെ അപ്പൊ ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടുന്ന് ദീനിലേക്ക് വരുന്ന സമയം 1,60,000 പൊന്നുണ്ടായിരുന്നു. ആ പൊന്ന് ചെലവഴിച്ചത് എവിടെയാണ്? വബ്തഗി ഫീമാ ആതാകല്ലാഹു ദാറൽ ആഖിറ. ഇത് ഇൻവെസ്റ്റ് ചെയ്യണം, ഡെപ്പോസിറ്റ് ചെയ്യണം. എവിടേക്ക്? ആഖിറത്തിലേക്ക് വേണ്ടി ഡെപ്പോസിറ്റ് ചെയ്യണം. കാരണം 1 രൂപ നമ്മളൊരാൾക്ക് ഗൂഗിൾ പേ ചെയ്താൽ അത് 1 രൂപയായിട്ടാണ് ക്രെഡിറ്റ് ആവുക.
എന്നാൽ ഒരാൾ 1 രൂപ ഒരാൾക്ക് സദഖ കൊടുത്താൽ 700 രൂപയായിട്ടാണ് ആഖിറത്തിലുള്ള അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആകുന്നത്. ഇന്നല്ലാഹ യുർബിസ് സദഖാത്ത്. പിന്നീട് അതങ്ങനെ വളർന്ന് 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 അല്ലാഹ് വളർത്തിക്കൊണ്ടിരിക്കും. ടോട്ടൽ ഫോർ യു പോലെയല്ല, MTFE പോലെയല്ല, ക്യൂനെറ്റ് പോലെയല്ല, തട്ടിപ്പ് കമ്പനിയെ പോലെയല്ല. അങ്ങനെയാണ് എന്ന് മനസ്സിലാക്കിയ സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ സ്വത്ത് അവസാനം വഫാത്താകുമ്പോ കേരിക്കടക്കാൻ പേരിൽ ഒരു കൂരയില്ല. എല്ലാം റബ്ബിന്റെ മാർഗത്തിൽ ചെലവഴിച്ചു. ആ ചെലവഴിച്ചത് എവിടെയാണ് ചെലവഴിച്ചത്? അടിമമോചനത്തിന് വേണ്ടി മാത്രം 122,91,00,000 രൂപയുടെ സ്വർണം ബഹുമാനപ്പെട്ടവർ ചെലവാക്കി. അതാണ് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ്. അങ്ങനൊക്കെ ചെലവാക്കി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നബി തങ്ങൾ പറഞ്ഞു, നമ്മളെ ബിലാൽ റളിയല്ലാഹു അൻഹു ഭയങ്കരമായിട്ട് ശിക്ഷിക്കപ്പെടുന്നുണ്ടല്ലോ, ആ ഉമയ്യത്ത് വല്ലാതെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടല്ലോ, അയാളെയാണ് മോചിപ്പിക്കുക പറയാൻ പൂതിയുണ്ട് നബി തങ്ങൾക്ക്. സിദ്ദീഖ് തങ്ങൾ ഇതൊക്കെ കൊടുത്ത് ഇനി ഒന്നുമില്ല, വളരെ കുറച്ചുള്ളൂ. അപ്പം ആ സമയത്ത് അതും കൂടി ഒന്ന് മോചിപ്പിക്കുന്നത് എങ്ങനെ പറയാം? സിദ്ദീഖ് റളിയല്ലാഹു ഉടനെ എണീറ്റു ഉമയ്യത്തിനോട് ചോദിച്ചു, ഞാൻ നിനക്ക് 10 ദീനാർ തരാം, മോചിപ്പിക്കുമോ? 20 ദീനാർ തരാം. 1 ദീനാർ എന്ന് പറഞ്ഞാൽ 4 ഗ്രാം, 7000 ചില്ലാനും 7830 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിൻ്റെ വില. 4.25 ഗ്രാമാണ് ദീനാറിൻ്റെ ആ ഹദീസിൽ പറയുന്നതിൻ്റെ വാല്യൂ. ദീനാർ എന്ന് പറഞ്ഞാൽ കുവൈത്ത് ദീനാർ, അല്ലാത്ത ദീനാർ, പല ദീനാറുകളുണ്ട്. ഹദീസിൽ പറഞ്ഞാൽ അങ്ങനെ ഗോൾഡാണ്. ദിർഹം എന്ന് പറഞ്ഞാൽ വെള്ളിയാണ്, അഗലബിയാണ്. അങ്ങനെ ഒരു റാത്തലിന് ഇംഗ്ലീഷിൽ പൗണ്ട് എന്ന് പറയും. ഒരു റാത്തൽ എന്ന് പറഞ്ഞാൽ എത്രയാ? മിൻഹാജിൽ കാണാം 128.4/7 ദിർഹം. ഒരു ദിർഹം എന്ന് പറഞ്ഞാൽ 50.4 ഹബ്ബ. ഹബ്ബത്ത് എന്ന് പറഞ്ഞാൽ ഗ്രൈൻ. ഒരു ഗ്രൈൻ എന്ന് പറഞ്ഞാൽ 62 മില്ലിഗ്രാം. ടോട്ടലി 401 ഗ്രാമും 760 മില്ലിഗ്രാമുമാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ മോചിപ്പിക്കാൻ ചെലവായത്. 401 ഗ്രാം. 1 ഗ്രാമിന് എത്ര? 7000 ചില്ലാന ഉറുപ്പ്യ. എന്തേ അങ്ങനെ? വബ്തഗി ഫീമാ ആതാക അല്ലാഹു ദാറൽ ആഖിറ. അല്ലാഹു നൽകിയത് കൊണ്ട് സ്വർഗം വാങ്ങിക്കുക എന്നതായിരുന്നു കാരണം. അത്ര വലിയ സംഭവമാണ്. അവസാനം കൊടുത്ത് ഭാര്യ പറഞ്ഞു, അസ്മ ഗർഭിണിയല്ലേ മോള്? ആ മോളെ പേര് അസ്മയാണ്, ഭാര്യൻ്റെ പേരും അസ്മയാണ്. അപ്പം നമ്മളെ പെരയിലൊരു കുട്ടിക്ക് പേരിടണമെങ്കിൽ അയലോക്കത്തുണ്ടോ, കുടുംബത്തിലുണ്ടോ, മറ്റോടത്തുണ്ടോ, മറിച്ചോടത്തുണ്ടോ, ഇതൊക്കെ നോക്കണം. എല്ലാം കൂടെ നോക്കിയിട്ടോ അർത്ഥം ഉണ്ടായിക്കൊള്ളണമെന്നൊന്നുമില്ല, ഓരോരോ പേര്. ഇന്നലെ ഈ പരപ്പനങ്ങാടി ഭാഗത്തുനിന്ന് ഒരു സുഹൃത്ത് വിളിച്ചിട്ട് കുട്ടി ഉണ്ടായിക്കണു പറഞ്ഞു. അൽഹംദുലില്ലാ പറഞ്ഞു. പ്രശ്നത്തിലാണ് പറഞ്ഞു. എന്തേന്ന് വെച്ചു. മൂത്ത കുട്ടീൻ്റെ പേര് ഷൻസ എന്നാണ്. അപ്പം അതിനോട് ഈക്വൽ ആകും വേണം, വേറെ എവിടെ ഉണ്ടാവും ചെയ്യരുത് പേര് വെക്കാൻ വേണ്ടി പറഞ്ഞു. എന്നാൽ മഞ്ചാന്ന് ഇട്ടളായിരുന്നു. എന്നാൽ മഞ്ചാന്നാവുമ്പോൾ എന്താ, പഴയ കാലത്ത് നമ്മൾ ഈ നെല്ലൊക്കെ ഇട്ടക്കാൻ വേണ്ടിയിട്ട് സാധനം ആവും ചെയ്തു, വസിനൊക്കും ചെയ്തു. അതിന് പേരിടാൻ പറഞ്ഞു. ചില ഉസ്താദുമാരെന്നെ ഇടങ്ങാറാകലുണ്ട് കുട്ടികളെ പേര് കണ്ടാൽ. ഇപ്പോൾ ലോറിക്കാരനെ പോലീസ് വിളിച്ചപ്പോൾ ഒന്നും കയ്യിലില്ല, ഒരു റെക്കോർഡും ഇല്ല. പേരെന്താന്ന് ചോദിച്ചപ്പോൾ കുടുക്കുടാനന്ദ സർമാറിനു, നജി ബൈക്കോറിനു. അപ്പോൾ എന്താന്ന് ചോദിച്ചപ്പോൾ സ്മെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാതെ എഴുതാൻ കഴിയൂലായിരുന്നു. അങ്ങനെ ഇന്നത്തെ കുട്ടികളെ പേരുകളും സംഭവങ്ങളും അങ്ങനെ ഓരോന്ന് അങ്ങനെയൊക്കെ നിബന്ധന. അങ്ങനെ സുന്നത്തുണ്ടോ?
ഒന്നാളുടെ ഒരാൾ ചോദിച്ചു, ഒരു പേര് വേണോ? എങ്ങനത്തെ പേരാ വേണ്ടെന്ന് ചോദിച്ചു. എവിടെ ഇല്ലാത്ത പേര് വേണമെന്നമ്മ, പച്ചപ്പോത്ത് നിട്ടളാറ് ആരും ഇട്ടിട്ടുണ്ടാവില്ലല്ലോ. ഹസ്സിനു അസ്മാ ഉലാദിക്കുന്ന മക്കളെ പേര് നന്നാക്കിയിടുക. അതിന് വിധങ്ങൾ പറഞ്ഞതാ, അത് സ്വഭാവത്തെ വരെ ബാധിക്കുന്നുള്ളതാണ്. ബഹുമാനപ്പെട്ട അസ്മാ റളിയല്ലാഹു അൻഹ പറഞ്ഞു, നമ്മുടെ മോള് ഗർഭിണിയല്ലേ, ഉടനെ തന്നെ അതിൻ്റെ ചെലവിലേക്ക് 8 ദീനാറ് കൊടുത്തു. 8 ദീനാറ് എന്നാൽ 32 ഗ്രാം ബഹുമാനപ്പെട്ടവർ കൊടുത്തു. അഥവാ 4 പവനോളം വരും എന്ന് കൂട്ടിക്കോ. 36 പവൻ, 36 ഗ്രാം, 4.5 പവനോളം വരുന്നത് കയ്യിൽ കൊടുത്തു. അങ്ങനെ മദീനയിൽ വന്ന ഉടനെയാണ് മദീനയിലെ ആദ്യത്തെ പള്ളി മസ്ജിദ് ഖുബയാണ്. മസ്ജിദുൻ ഉസ്സിസ അല തഖ്വ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് മസ്ജിദ് ഖുബയാണ്. ആ മസ്ജിദ് ഖുബക്ക് കല്ലിട്ടതാരാണ്? ഹബീബ് നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. എന്നിട്ടൊരു കുറ്റിയടിച്ചൊരു ചരട്, ഖിബിലയുടെ നേരെ ഒരു ചരട്. നബി തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിൽ നിന്ന് മക്കയിലേക്ക് ഇങ്ങനെ നോക്കി, കഅബയിലേക്ക്. കാരണം നബി തങ്ങളെ കണ്ണ് മുഅ്ജിസത്തിൻ്റെ കണ്ണാണ്. 430 കിലോമീറ്റർ തെക്കിലേക്ക് നോക്കി. കാരണം മക്കയുടെ വടക്ക് ഭാഗത്താണ് മദീന. കഅബയുടെ മുകളിൽ ഒരു സ്വർണ്ണപ്പാത്തി കാണാം. ആ സ്വർണ്ണപ്പാത്തി വെച്ചിട്ടുള്ളത് വടക്ക് ഭാഗത്താണ്. അത് വടക്ക് ഭാഗത്ത് വെക്കാനുള്ള കാരണം ഇശാറത്തുൻ ഇലാ മദീനത്തി റസൂലില്ലാഹ്. അല്ലാമ സുംഹൂദി തങ്ങൾ വിശദീകരിച്ചത് കാണാം. അത് മദീനയിലേക്ക് ചൂണ്ടി നിൽക്കുന്നതായതുകൊണ്ടാണ്. അതിൻ്റെ താഴെ ഇങ്ങനെ താഴ്ത്താനുള്ള കാരണം മദീനയിലേക്ക് നോക്കുമ്പോൾ തവാളുഓടെ വിനയത്തോടു കൂടെ നോക്കണം എന്നുള്ളതിൻ്റെ പേരിലാണ്. ആ കഅബാലയത്തിലേക്ക് തെക്കുഭാഗത്തേക്ക് മദീനയിൽ നിന്നിങ്ങനെ നോക്കി നബി തങ്ങൾ ആ കയറിങ്ങനെ കുറച്ചങ്ങോട്ട് ലേശങ്ങോട്ട് അങ്ങനെ നബി തങ്ങളങ്ങനെ കുറ്റിയടിച്ച് ആദ്യത്തെ കല്ല് നബി തങ്ങൾ വെച്ച്, രണ്ടാമത്തെ കല്ല് സിദ്ദീഖുൽ അക്ബർ തങ്ങൾ വെച്ച്, മൂന്നാമത്തെ കല്ല് ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾ വെച്ച്, നാലാമത്തെ കല്ല് ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ, അഞ്ചാമത്തെ കല്ല് ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ്. ബാക്കി എല്ലാവരോടും വെക്കാൻ പറഞ്ഞു. അഥവാ നബി തങ്ങൾക്ക് ശേഷമുള്ള ഖിലാഫത്ത് ഏതൊരു തർത്തീബ് പ്രകാരമാവണം എന്നുള്ളത് മസ്ജിദുൽ ഖുബായുടെ നിർമ്മാണത്തിൽ നബി തങ്ങൾ പഠിപ്പിച്ചു. ആ മസ്ജിദ് ഖുബയാണ് ആദ്യ പള്ളിയെങ്കിൽ മസ്ജിദുൻ നബവി, അവിടെ ഒരു പള്ളി വരണം. ഹബീബായി നബി തങ്ങൾക്ക് കിടക്കാനുള്ളതാണ്. അബൂ അയ്യൂബിൽ അൻസാരി തങ്ങളുടെ വീടാണ്. തുബ്ബ രാജാവിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ട ഒരു കത്തിൻ്റെ ചരിത്രമുണ്ട്, വിശാലമാണ്. ആ കത്ത് സൂക്ഷിക്കുന്ന വീടാണ്. ആ വീട് നിൽക്കുന്ന സ്ഥലം പള്ളിക്ക് പറ്റിയ സ്ഥലമാണ്. അത് ബനു നജ്ജാർ എന്ന ഗോത്രത്തിൻ്റെതാണ്. അവർ നല്ല വിഭാഗമാണെന്ന് സഹീഹുൽ ബുഖാരിയിൽ കാണാം. ആ ബനു നജ്ജാറിൻ്റെ അടുക്കലാണ് ഈ സ്ഥലം. അവർ ഫ്രീ ആയി വിട്ടുതരാമെന്ന് പറഞ്ഞപ്പില്ല, ക്യാഷിന് വേണമെന്നാ. അങ്ങനെ 8 ദീനാർ അതിന് ഉറപ്പിച്ചിട്ടുണ്ട്. എന്നാൽ 8 ദീനാർ നബി തങ്ങളുടെ അടുക്കലില്ല. ആ മീറ്റിംഗ് ഇങ്ങനെ കൂടുമ്പോൾ ആ സിദ്ദീഖ് തങ്ങൾ വരുന്നത്, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇരുന്നപ്പോൾ 8 ദീനാർ വേണം. അതിനിപ്പോൾ ആരെടുത്തേക്കാ പിരിവിന് പോകുക? നമുക്ക് എന്തെങ്കിലുമൊക്കെ വിഷയം വന്നാൽ എല്ലാ സമയത്തും ഒരേ ആജിനെ തന്നെ കാണും അല്ലേ? എന്നാൽ ആരെ കാണുക എന്നിങ്ങനെ ചിന്തിക്കുക. ഈ പിരിവോളജിക്കും ഒരു സൈക്കോളജി ഉണ്ട്. ഓരോ വിഷയം ആദ്യം തന്നെ പോയി കണ്ടാണ് ചോദിച്ചാലൊന്നും കിട്ടൂലല്ലോ. ഞാൻ ആ ബാബു ഓതിയിട്ടില്ല, വേറെ വിഷയം. സംഭവം അങ്ങനെയാണല്ലോ. അപ്പോൾ ഇങ്ങനെ ചർച്ച നടക്കുമ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പതുക്കെ നീച്ചു. എന്തിന് ഇറങ്ങിപ്പോകുകയല്ല. അപ്പം ചില ആൾക്കാർ ഹലോ ഹലോ എന്ന് പറഞ്ഞിട്ട് പിരിവ് തുടങ്ങിയാൽ മൊബൈലിൽ ഫോൺ എത്തിച്ചാൽ എന്താവും, ഒരു പോക്കണ് പോകും. അങ്ങനെയുള്ള സാധാരണ ഉണ്ടാകാറുള്ളത്. എന്നാൽ ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭാര്യനോട് പോയിട്ട് പറഞ്ഞു, ആ 8 ദീനാറ് തരുമോ എന്ന് ചോദിച്ചു. എന്തിനാന്ന് ചോദിച്ചു. പള്ളി ഉണ്ടാക്കാനാണ് പറഞ്ഞു. കൂലി എനിക്കും തരുമോ ചോദിച്ചു. എന്തായാലും തരാമെന്ന് പറഞ്ഞു. ഇന്ന് അങ്ങോട്ട് കാട്ട് പറഞ്ഞു. എന്നാൽ അതാ പിടിച്ചോളീന്ന് പറഞ്ഞു. നബി തങ്ങളുടെ അടുക്കലേ കൊണ്ടുപോയി 8 ദീനാർ കൊടുത്തു. ആ പൈസ കൊണ്ടാണ് ആ പള്ളി ഉണ്ടാക്കിയത്. ഏത്? മസ്ജിദുൻ നബവി.
ഇപ്പൊ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ആ 8 ദീനാറ് കൊണ്ടുണ്ടാക്കിയ മസ്ജിദുൻ നബവിയിൽ ജനലക്ഷങ്ങൾ വന്ന് സുജൂദ് ചെയ്യുമ്പോൾ ആ സുജൂദിൻ്റെ കൂലി 3720ഓളം പള്ളികൾ ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമയുടെ ശ്രമഫലമായി രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലുണ്ട്. അതിലേക്കൊരു സുജൂദിൻ്റെ കൂലി അതിൻ്റെ തലപ്പത്തുള്ളവർക്കും ഇടയിലുള്ള സുൽത്താനുൽ ഉലമക്കും ലഭിക്കും എന്നുള്ളതാണ്. അല്ലാഹു ഖബൂലാക്കട്ടെ. ആ നിലക്ക് സിദ്ദീഖ് തങ്ങൾ ചെലവഴിക്കാനുള്ളൊരു മനസ്സ് എങ്ങനെ കിട്ടി? 761 മീറ്റർ ഉയരത്തിലേക്ക് തിരുഹബീബിനെ ചുമന്നു കൊണ്ടുപോവാനുള്ള മഹബത്തിൻ്റെ എനർജി എങ്ങനെ കിട്ടി? ഇന്ന് കാണുന്ന ഖുർആനിൻ്റെ പ്രഥമ ജംഉൽ ഖുർആൻ എന്ന് പറയുന്ന സംഭവം, അതിന് നേതൃത്വം നൽകാനുള്ള തൗഫീഖ് എങ്ങനെ കിട്ടി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം ഏറ്റവും അഅലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ് എന്നുള്ളത് അവിതർക്കിതമായി തർക്കമില്ലാതെ സ്ഥിരീകരിക്കപ്പെട്ട കാര്യമാണ് എന്ന് 5-ാം നൂറ്റാണ്ടിലെ ബഹുമാനപ്പെട്ട ആജൂരി തങ്ങൾ പറയുന്നു. പലരും ധരിച്ചതുപോലെയല്ല. എങ്ങനെ കിട്ടി? അത് ബിശൈഇൻ വുഖിറ ഫീ ഖൽബി, അവിടുത്തെ ഖൽബിലുള്ള ചില ഗുണങ്ങളാണ്. അള്ളാഹു നമ്മളെ മനസ്സൊക്കെ നന്നാക്കട്ടെ. എന്താണത്? 4 കാര്യമാണ്. 1 സഖാവത്തുൻ നഫ്സ്, 2 സലാമത്തു സദർ, 3 അന്നുസ്ഹു ലിൽ ഉമ്മ, ഉമ്മത്തിനുള്ള നുസ്ഹ്. സഖാവത്തുൻ നഫ്സ്. 4-ാമത്തേത് ഇഹ്തിഖാറുൻ നഫ്സ്, വിനയമുള്ളവ സ്വന്തത്തെ പൊക്കാതെ വിനയം കാണിക്കുക. ഈ 4 ഗുണം. എന്താ സഖാവത്തുൻ നഫ്സ് എന്ന് പറഞ്ഞാൽ? ഉദാരത, മറ്റുള്ളവർക്ക് ഗുണം ചെയ്തു കൊടുക്കണം എന്ന ത്വര, നമ്മളെ കൊണ്ട് മറ്റുള്ള ആളുകൾക്ക് ഗുണമുണ്ടാവണം എന്ന ചിന്ത. ചില ആൾക്കാർ നല്ലോ ഇബാദത്ത് എടുക്കും, പെരുംജാതി ഇബാദത്താ, ഇംഗ്ലീഷ് മീൻ്റെ മാരിക്ക് ദിക്റെല്ലും കൊണ്ട് ഇങ്ങനെ നടക്കും. ചെല്ലിക്കോട്ടെ, ഇദ്കുറുല്ലാഹ ദിക്റൻ കസീറ, ദിക്ർ എത്രയും ചെല്ലണം. പക്ഷേ ഉളുപ്പില്ലാതെ സ്വർഗം ചോദിക്കും. അതൊരു പ്രശ്നമാണ്. സ്വർഗം ചോദിക്കൽ പ്രശ്നമല്ല, നമ്മളെന്നും അദ്ദാതെ ഓതുന്നുണ്ട്. അല്ലാഹുമ്മ നസ്അലുക ഇലാക വൽ ജന്ന, സ്വർഗം അള്ളാഹിനോട് ചോദിക്കണുണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷെ ഉളുപ്പില്ലാതെ ചോദിക്കാൻ എന്താ അറിയോ? ഈ സ്വർഗത്തിൻ്റെ വില എത്ര അറിയോ നിങ്ങൾ? ഉണ്ടോ? അതിൻ്റെ മേലുണ്ട്. റബ്ബേ, ഒരു നിലക്കും പോകൂല, ഇടങ്ങേറായിട്ട് ബിൽഡിങ് ഉണ്ടാക്കി കുടുങ്ങിയ സമയത്താണ് കുറേ ഹൈവ പോയിട്ട് ഒരുപാട് ആൾക്കാർ കഴിച്ചിലായത്. കോടിക്കൊന്നും ഒരു നിലയും വിലയില്ല. നാളെ ഒരാളെ കണ്ടു ഈ പുത്തനത്താണി ഭാഗത്ത്, അയാൾ സെഞ്ചി കുടിച്ചിങ്ങനെ നിൽക്കുന്നുണ്ട്. ഇതൊക്കെ സ്വന്തം തന്നെയല്ല, അപ്പോൾ തന്നെയാണ് കാരണം. ഇതൊക്കെ വർത്താനം എന്ന് വെച്ചപ്പോൾ കുറച്ച് കായിട്ടീണ് കാരണം. അതെന്താ കാട്ടണമെന്ന് വെച്ചാൽ എത്ര കിട്ടിയ 37 കോടി ഇട്ടിക്കണ. 37 കോടി, 3 കോടിയല്ല, 37 കോടി, 1700 ലക്ഷം റുപ്യ. എൻ്റെ മഹലിൽ ഒരാൾക്ക് കിട്ടിക്കണം 12.5 കോടി. ആയിക്കോളെ ഗ്രീൻ ഹൈവേ പോകുന്നുണ്ട്. ആദ്യം ഹൈവേ വരുന്നുണ്ടോ എന്ന് എഴുതിയിട്ട് പേടിച്ച് ദ്വാരിക്കുന്നു, ഇതിൽ വരരുതേ എൻ്റെ പെര പൊളിയോന്ന്. ഇപ്പം വരാത്തതിൻ്റെ പേരിൽ കുറേ ടെൻഷൻ കൂലിക്ക് തന്നെ. ദ്വാരന്നുകാണ്ട് വരുത്താതെ അപ്പുറത്ത് കൂടെ വിട്ടു പോകുമ്പോൾ എന്താണ് ഭയങ്കര ടെൻഷൻ. കാരണം കോടി ഇങ്ങോട്ട് മറിയാണ്, പൈസ കിട്ടിയാണ്. വല്ലാത്തൊരു സംഭവമാണല്ലോ ഇപ്പോൾ. കോടിക്കണക്കിന് അള്ളാഹു എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ. 1 സെന്റ് എന്ന് പറഞ്ഞാൽ
40.47 സ്ക്വയർ മീറ്റർ, അഥവാ 435.47 സ്ക്വയർ ഫീറ്റാണ്. ഒരു ഖബറിന് വേണ്ടത് 16 സ്ക്വയർ ഫീറ്റാണ്. ഒരു സെൻറ്റ് പറഞ്ഞാൽ 435. പഴയ തോട്ടി അളവുണ്ടല്ലോ 18-24, ആ 18-24 അനുപാതത്തിൽ 18-24 നീളം, 18 അനുപാതത്തിൽ ഒരു സെൻറ്റ് എന്ന് പറഞ്ഞാൽ 18×24 432 ഉണ്ടാകുക. പുതിയ അളവനുസരിച്ച് 435 ഉണ്ട്. അതുകൊണ്ടാണ് പഴയ അളവും പുതിയ അളവും നോക്കുമ്പോൾ കുറച്ച് കുറവുണ്ടാവും. അത് ആരാൻ്റെ വീരാൻ തിരക്കിയതല്ല, അത് ഇങ്ങനെയും കുറച്ച് പോയതാന്ന് മനസ്സിലാക്കണം. ഇതൊക്കെ പിന്നെ റോഡിനും ഇതിനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ടുണ്ടാവും, അത് വേറെ വിഷയം. ആധാരത്തിലൊക്കെ 6 എന്നാ കാണാം. 6 എന്ന് പറഞ്ഞാൽ ഒരു 6 എന്ന് പറഞ്ഞാൽ 100 സ്ക്വയർ മീറ്ററാണ്, അഥവാ 2.47 ഒരു സെൻറ്റ് എന്ന് പറഞ്ഞാൽ 2.47 ഒരു ഖബറിന് വേണ്ടത് 16 സ്ക്വയർ ഫീറ്റാണ്. ഒരാവശ്യമുള്ളൂ. എന്നിട്ടാ ഈ ദുന്യാവിൽ വെറുതെ ഈ ഒരു ഓൻ്റെ അത് അങ്ങോട്ട് പോയി, പ്ലാവിൻ്റെ പേര് അങ്ങോട്ട് പോയി, തേക്ക് ഇവിടെ എന്ന് പിന്നെ അങ്ങോട്ട് മുണ്ടാതെ പോയതാണ് എന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കലൊക്കെ പിന്നെ അങ്ങനെയാണ്. എന്ത് പ്രശ്നം? ആരാ തൊട്ട് പോണത്? അപ്പോൾ ഒരു സെൻറ്റ് ഭൂമിക്ക് അങ്ങനെയാണെങ്കിൽ 1 ലക്ഷം അല്ലെങ്കിൽ 10 ലക്ഷം പിടിച്ചോളി നിങ്ങൾ. എന്നാൽ സ്വർഗത്തിന്റെ വാല്യൂ എത്രയാണ്? മൗദിഉ ഖദമിൻ ഫിൽ ജന്ന ഖൈറുൽ ലക മിനദ് ദുനിയാ വമാ ഫീഹാ. സ്വർഗത്തിൽ ഒരു അടി 30 സെന്റിമീറ്ററിന്റെ ലാൻഡ് വാല്യൂ എത്രയാ? ഈ പ്രപഞ്ചം മുഴുവനും എത്രയുണ്ട്? ഇന്ന് തുർക്കി വാങ്ങിയത് 72,000 കിലോ സ്വർണമാണ്. ഈ അടുത്ത് തുർക്കിയിൽ കണ്ടെത്തിയതോ 42,000 ടണ്ണിലധികം സ്വർണമാണ്. ഇന്ത്യ രാജ്യത്തോ 72,000 ടണ്ണ് സ്വർണം ഉണ്ട് സൂക്ഷിപ്പ്. രാജ്യത്തിൻ്റെ അടുക്കൽ, ആൾക്കാരടുക്കൽ വേറെ. ഇതൊക്കെ കൂടെ കൂട്ടുമ്പോൾ ഇവിടെ ഒന്നിട്ട് കോഴിക്കോട് വരെ പൂജട്ടാലും അതിൻ്റെ അപ്പുറമാണ്. അങ്ങനെയുള്ള കോടിക്കണക്കിനുള്ള ഈ പ്രപഞ്ചം, ആ പ്രപഞ്ചത്തിനേക്കാൾ വലുത് സ്വർഗത്തിലെ 1 ഫൂട്ടാണ്. എന്നാൽ സ്വർഗത്തിൽ ഒരാൾക്ക് കിട്ടുന്നതോ അർളുഹസ്സമാവാതു വല്ലർ, ആകാശഭൂമി വിശാലമായ സ്വർഗമാണ്. അല്ലാഹു ആ സ്വർഗം തരട്ടെ. നമ്മളൊക്കെ ആമീൻ പറഞ്ഞു. ഇനി ചിന്തിക്കുക, നമ്മളെ വീട്ടിലേക്ക് വണ്ടി വരുന്നുണ്ട്, ബാക്കിലെ വീട്ടിൽ വണ്ടി വരുന്നില്ല. അവിടെ വേണ്ടത് എന്താണ്? നമ്മളെ സ്ഥലം ഒരു 2 അടി അങ്ങോട്ട് തുറന്നു കൊടുത്താൽ അയാൾക്ക് സുഖമായി വണ്ടി കൊണ്ടുപോവാൻ കഴിയും. പക്ഷേ നമ്മളത് കൊടുക്കണില്ലെങ്കിൽ പിന്നെ എന്തിനാ സ്വർഗം ചോദിക്കുന്നത്? ഈ വിശാലമായ ഈ മൂല്യമുള്ള സ്വർഗം അള്ളാഹിനോട് ചോദിക്കുകയും ചെയ്യുക. നമ്മൾ വഴിക്ക് വേണ്ടി വിട്ടുകൊടുക്കൂല. നമ്മളിത് റെഡിയാണ്, ഓലത് റെഡിയാകരുതേ. വഴി വിശാലായാൽ ഖബർ വിശാലാവും. ഒന്നാൾ മധ്യസ്ഥം വഹിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് പോയിട്ട് ഈ വഴി വിശാലാക്കണ വിഷയം പറഞ്ഞു. അജയരെ, വഴി വിശാലായ ഖബർ വിശാലാവും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചെരിഞ്ഞ് കിടക്കണ സമയത്ത് വെറുതെ കിടക്കല്ല, മാന്തി വിശാലാക്കി കൊടുക്കൊണ്ട്, എന്നാലും ഞാൻ കൊടുക്കൂല. അങ്ങനെ വിശാലാക്കാൻ പറ്റിയ സ്ഥലമായി ഖബർ അറിയുന്നത്. ഈ ദുന്യാവിൽ സുബ്ഹാനല്ലാഹ് ഓരോരോ റോഡ്. എന്നാണ് ഞാൻ കൂട്ടലങ്ങാടി അടുത്ത് ഒരു റോട്ടിൽ കൂടെ പോയപ്പോൾ വണ്ടി കഷ്ടിയേ പോകുള്ളൂ. പക്ഷേ അതിൻ്റെ അവിടെ ഒരു ബോർഡുണ്ട് കാരിനോടത്ത്. റോഡിൻ്റെ പേര് കാരിയ കുടുങ്ങി. റോഡിൻ്റെ പേരെന്നെ കാരിയ കുടുങ്ങി. അതുകൊണ്ട് സൂക്ഷിക്കുക എന്നാണ് പറഞ്ഞ പോലെ തന്നെ. കുറച്ച് കഴിഞ്ഞേക്ക് കണ്ടുകൊണ്ടൊരു ഓട്ടോറിക്ഷ കവായിലല്ലാതെ വരുന്നു. ബാക്കിക്ക് എടുക്കാനും നിർവാഹമല്ല. ഈ ഓട്ടോറിക്ഷക്കാരുണ്ടല്ലോ, ഓല് മസിൽ പിടിച്ചും കൊണ്ട, എല്ലാവരും അല്ല. ആർട്ട് അറ്റാക്കും ഓട്ടോറിക്ഷൻ്റെ തിരിച്ചിലും അറിയില്ല എന്നാണ്. രണ്ടും ഒപ്പം ഉണ്ടാകുക, പെട്ടെന്ന് ഉണ്ടാകുക. ഈ ശരിക്കും ഇൻഡിക്കേറ്ററിലിട്ട് ഇത് കൂടെ ഒക്കെ പോകും. അവിടെ ആളെ കണ്ടതായിരിക്കും. അപ്പം എന്താ അങ്ങനെയെന്ന് ഒരിക്കൽ ചോദിച്ചാൽ പറഞ്ഞു, ആയിക്കൂടെ നിങ്ങൾ ബൈക്കോളി എന്ന് പറഞ്ഞതാണ്. അപ്പം അങ്ങനെയൊക്കെയാണ് ഓല കഥ. അപ്പം എങ്ങനെ എന്താണ് ഈ കാരിയ കുടുങ്ങി റോഡിൻ്റെ വക്കത്തുള്ള ആള് 3 ഏക്കറുള്ള ആളാണ്. അയാൾക്ക് ഒന്നാണ് വിശാലാക്കുക, ഇപ്പുറത്തെ ആളൊന്നാണ് വിശാലാക്കുക.
അങ്ങനെയാണ് വിശാലായാൽ ഓരോ സ്ഥലത്തിന് തന്നെ വാല്യൂ കൂടട്ടെ കൂടാതെക്കട്ടെ, നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. എന്നാലും വജ്ജ് നടക്കണമെന്ന് വിശാലായിക്കൂടെ? ഈ പോയാൽ കിടക്കണത് ഈ 16 സ്ക്വയർ ഫീറ്റിലാണ് കിടക്കണത്. എൻ്റെ വാപ്പാക്ക് 10 ഏക്കറുണ്ട്, അതുകൊണ്ട് ഖബർ ഒരു 10ക്ക് 12 വേണമെന്ന് മക്കൾ ആരെങ്കിലും പറയലുണ്ടോ? പേരൻ്റെ ബെഡ്റൂം വലുതാകണമെന്ന് പറയലുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ഒരു കാരണവശാലും വഴിക്ക് പിശുക്കരുത്. കുറച്ചാണ് സ്ഥലം തേഞ്ഞു എന്ന് എഴുതിയിട്ട് ദുന്യാവിലൊന്നും നഷ്ടപ്പെടാനില്ല. മനുഷ്യനും മണ്ണും ഭയങ്കര ബന്ധമാണ്, വേറെ വിഷയം. ആദം നബിയെ വടക്കാൻ വേണ്ടിയിട്ട് മണ്ണെടുക്കാൻ വേണ്ടി ജിബ്രീൽ അലൈഹിസ്സലാമിനെ പറഞ്ഞയച്ചു. ജിബ്രീൽ അലൈഹിസ്സലാം നമ്മളെ പോലെ സാധുവാണ്. ജിബ്രീൽ അലൈഹിസ്സലാം എന്താണ്, സ്ട്രോങ് ഒന്നുമില്ല. പോയി ചോദിച്ചു, തെരുവിലാർന്നു ഭൂമി. അപ്പം മീക്കായിൽ അലൈഹിസ്സലാമിനെ പറഞ്ഞയച്ചു. കാരണം ഇടക്കൊക്കെ നനച്ചു കൊടുക്കാല്ലേ, മഴയും സംഗതിയൊക്കെ ഉള്ളതല്ലേ. ആ മലക്കല്ലേ എന്നുള്ള നിലക്ക് ഭൂമിനോട് മണ്ണ് ചോദിച്ചപ്പോൾ ഞാൻ തരൂലാറും. മഴ സംഗതിയൊക്കെ തരുന്നുണ്ട്, പക്ഷെ നമ്മൾ തരൂലാറും. ശരി. അപ്പം അസ്രായിൽ അലൈഹിസ്സലാമിനെ പറഞ്ഞയച്ചു. അസ്രായിൽ അലൈഹിസ്സലാം മണ്ണ് വേണമെന്ന് പറഞ്ഞു, തരൂലാറിഞ്ഞു. ആനക്കെന്നെ തരാറിനുള്ള എടുത്തു. അങ്ങനെ മനുഷ്യനെ പഠിച്ചത്. അതാണ് ഖബർക്ക് വെക്കണ സമയത്ത് നമ്മൾ മണ്ണിടുമ്പോൾ എന്താ ഇല്ല, മിൻഹാ ഖലഖനാക്കും, ഇന്നാൾ വാങ്ങിയെന്നില്ലേ, ഫിഹാനോ എഴുതിക്കും, ഇതാ തന്നുകൊണ്ടു കേട്ടോ. അതാണ് അതിൻ്റെ മേന. അത് തന്നാണ് എന്ന് അന്ന് പടക്കാൻ വേണ്ടി എടുത്തില്ലേ, ഫിഹാനോ എഴുതിക്കും, ഇതാ തന്നാണ്. തന്നൂന്നെ തിരിച്ച് വലുതാകൊന്നും വേണ്ട, വമിനാനൂർ താറത്തെ നുഹറ, മയസറിയുന്നത് ഇങ്ങോട്ട് തന്നെ എടുക്കൂട്ടോ എന്ന് ഭൂമിനോട് പറഞ്ഞിട്ടാണ് നമ്മളെന്താണത്, ഏതൊരാളെയും ഖബറിൽ വെക്കുന്നത്. സുബ്ഹാനല്ലാഹ്. ഇന്ന് ഞാൻ സേവനം ചെയ്യുന്നതിൻ്റെ തൊട്ടടുത്തായിരുന്നു ഇന്ന് 4 കുട്ടികൾ മരണപ്പെട്ടത്. അള്ളാഹു ഷഹാദത്തിൻ്റെ പവർ കൊടുക്കട്ടെ. ഒപ്പം സ്കൂളിൽ പോയിരുന്ന, ഒപ്പം ജീവിച്ചിരുന്ന, ഒപ്പം കഴിഞ്ഞിരുന്ന ആ ഒപ്പമുള്ള കുട്ടികൾ ഒപ്പം മരിക്കുകയും ചെയ്തു. എന്തോരവസ്ഥയാണ്. 2 കുട്ടികളെ ബാപ്പാർക്കും 2 കുട്ടികളെ അമ്മമാർക്കും വീടില്ല, വാടകപ്പരിയിലാണ്. അല്ലാത്തൊരവസ്ഥ ഉള്ളവരാണ്. അങ്ങനെ എത്രയോ ആളുകൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ നാട്ടിലുള്ള വലിയൊരു പണക്കാരൻ, ഈ ടൈം എന്ന് പറഞ്ഞ കമ്പനീൻ്റെ മാനേജർ മരണപ്പെട്ടു. അല്ല ഓഫർ കൊടുക്കട്ടെ. എപ്പോൾ വിളിക്കുന്നറിയില്ല, ഏത് സമയത്ത് വിളിക്കുന്നറിയില്ല. എപ്പോൾ വിളിച്ചാലും റിക്കാർഡ് ക്ലിയർ ആകണം. അതിനെന്താ വേണ്ടത്? ഖൈറുന്നാസ് അഹബ്ബുന്നാസി ഇലല്ലാഹ് അൻഫഉഹും ലിൽ ഖൽഖ്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം ആരെയറിയങ്ങൾ? സൃഷ്ടികൾക്ക് ഗുണം ചെയ്യുന്നവരെ. നമ്മൾ കാരണം സൃഷ്ടികൾക്ക് ഗുണം ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്ത സംഭവമാണ്, വല്ലാത്തൊരു തൗഫീഖുമാണ്. ഒരു പെണ്ണ് തെറ്റായ സാഹചര്യത്തിൽ ജീവിച്ചിരുന്ന പെണ്ണ, ആ പെണ്ണ് പോകുന്ന സമയത്ത് ഒരു നായ ഇങ്ങനെ മണ്ണ് നക്കുന്നുണ്ട് ദാഹിച്ചിട്ട്, ഒരു കിണറിൻ്റെ വക്കിലുള്ള. സഹീഹുൽ ബുഖാരി ഹദീസ, നബി തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക. അതിൽ ആ പെണ്ണ് എന്ത് ചെയ്തു അറിയോ? പെട്ടെന്ന് കാലിലെ ഹുഫ പൊതി മേൽജോടി അത് ഊരി തട്ടം വരച്ച് കീറി ആ കേറ്റുന്ന വെള്ളം മുക്കി ഈ നായയുടെ വായിൽ വെച്ചു കൊടുത്തപ്പോൾ അല്ലാഹു തആല ആ പെണ്ണ് പോയ കാലത്ത് ചെയ്ത എല്ലാ തെറ്റുകുറ്റങ്ങളും മാപ്പാക്കി സ്വർഗത്തിലെത്താനുള്ള വഴിയൊരുക്കിയതെന്താ? അള്ളാൻ്റെ സൃഷ്ടിക്ക് ദാഹിച്ച സമയത്ത് വെള്ളം കൊടുത്തു എന്നുള്ളതാണ്. ഉച്ചക്ക് ഭക്ഷണം കൊടുക്കണം, നായക്ക് ഭക്ഷണം കൊടുക്കണം. ഞാനൊക്കെ വീട്ടിൽ പോയാൽ വണ്ടി നിർത്തി, മഗ്‌രിബിൻ്റെ ശേഷം വണ്ടി നിർത്തിയ വെള്ളിയാഴ്ചയാണോ 2 നായ്ക്കൾ വരും. ഒന്ന് വന്നിട്ടുണ്ടാവും. ആ നായ്ക്കൾക്ക് ആവശ്യമുള്ള, ഇപ്പോൾ ചിക്കൻ വാങ്ങും, 1.5 കിലോ വാങ്ങിയൊരു 250 ഗ്രാം 2 നായ്ക്കൾക്കും വെച്ച് കൊടുക്കും. ഓലെ കഴിച്ച് കണ്ട് അങ്ങനെ പോവുകയും ചെയ്യും. അല്ലാത്ത ദിവസം അങ്ങനെ വരില്ല. അപ്പോൾ ഓലിക്ക് ദിവസം അടക്കം അറിയാം. നായ്ക്ക് ഭയങ്കര സംഭവമാണ്. അതുപോലെ തന്നെ വണ്ടിൻ്റെ ഓണ് കേട്ടാൽ ഒരു 4 പൂച്ചകൾ. അപ്പോൾ ഇനി പെരക്കാർക്ക് മീൻ വാങ്ങിയിട്ടില്ലെങ്കിലും ഒരു 1/4 കിലോ മീനും ഈ പൂച്ചയ്ക്കലും വാങ്ങേണ്ടി വരും, അല്ലെങ്കിൽ കച്ചറ ഉണ്ടാക്കും. അങ്ങനെ ഭയങ്കര സംഗതിയാണ്. എന്തെങ്കിലും മറന്നു കഴിഞ്ഞാൽ പിന്നെന്താക്കണം, പാൽപ്പൊടിയൊക്കെ കലക്കിയിട്ട്, പാൽപ്പൊടിക്കൊക്കെ ഭയങ്കര വിലയല്ലേ, എന്നാലും കലക്കി ചിരട്ടിയിലോ പാത്രത്തിലോ വെച്ച് കൊടുത്താലായിട്ടൊക്കെ ആശ്വാസമാകുള്ളൂ. അപ്പോൾ അത് ഗുണം ചെയ്യുക എന്നുള്ളത് സൃഷ്ടികൾക്ക്, ഖൽഖ് എന്നാണ് ഒരു ഹദീസിൽ, സൃഷ്ടികൾക്ക് ഗുണം ചെയ്യുന്നവരെ അല്ലാഹു തആലക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മളിവിടെ ജീവിച്ചത് കൊണ്ട് സമൂഹത്തിന് എന്ത് നേട്ടം?
എന്ന് നമ്മൾ ചിന്തിക്കുക. അത് ചിന്തിച്ചാൽ ആ വകയിൽ കിട്ടും കുറച്ച് ദീർഘായുസ്. ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടുന്ന് 22 കോടിക്കണക്കിന് 122,91,00,000 രൂപയുടെ സ്വർണത്തിന് ആരോരുമല്ലാതെ കുടുംബ ബന്ധമോ മറ്റോ റിലേഷൻഷിപ്പോ ഇല്ലാത്തവരെ അടിമകളെ മോചിപ്പിച്ചു എന്നത് വലിയ സംഭവം. പിന്നീട് ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ മോചിപ്പിച്ചു. വീട്ടിലെ ജോലി ചെയ്യാനല്ല, അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൽ സമ്പത്ത് ചെലവഴിക്കാനായിരുന്നു. മക്കം ഫതഹിന്റെ ദിവസം രക്തരഹിത വിപ്ലവത്തിലൂടെ അപമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയെ അധീനപ്പെടുത്തിയപ്പോൾ ആ കഅബാലയത്തിൻ്റെ മുകളിൽ കയറിക്കൊണ്ട് വാങ്ക് വിളിക്കാൻ സെലക്ട് ചെയ്തത് ആരെയാ? അത് ബഹുമാനപ്പെട്ട സയ്യിദുനാ ബിലാൽ ഇബ്നുൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹുവിനെയാണ്. സഹാബത്ത് ഞാനായിരിക്കോ അവരായിരിക്കോ ഇവരായിരിക്കോ എന്നിങ്ങനെ ചിന്തിക്കുമ്പോഴാണ് ആ നാട്ടുകാരനല്ല, ആ രാജ്യക്കാരനല്ല, പിന്നെയോ ഏത്തോപ്യക്കാരനാണ്. ആ ഏത്തോപ്യക്കാരനായ കറുകറുത്ത ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ മുകളിൽ കയറ്റിയപ്പോൾ സിദ്ദീഖ് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞു, ലിഹാദാ അഅതഖ സയ്യിദുനാ അബൂബക്കറിൻ സയ്യിദനാ ബിലാൽ. എൻ്റെ നേതാവ് അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ഉമയ്യത്തിൻ്റെ കരങ്ങളിൽ നിന്ന് 401.76 ഗ്രാം സ്വർണം കൊടുത്തുകൊണ്ട് മോചിപ്പിച്ചത് ഈ ഒരു വിഷയത്തിനായിരുന്നല്ലോ. അൽഹംദുലില്ലാഹ്. ആ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ സംബോധന ചെയ്തത് സയ്യിദുനാ സയ്യിദുനാ സയ്യിദുനാ, ഞങ്ങളുടെ നേതാവ് എന്നാണ്. ഓന് ആ നാട്ടുകാരനല്ലേ, ഓൻ വന്ന് വാർത്തതല്ലേ, ഓൻ എങ്ങനെ കമ്മിറ്റിക്ക് എടുക്കുക? അങ്ങനെ ഒരു ചർച്ച അന്നില്ല. നമ്മുടെ നാട്ടിൽ ബന്ധുക്കാരവിടെ വന്നിട്ട് ഒരാൾ പെര കയറ്റിയ മഹലിൻ്റെ പ്രസിഡന്റ് ആക്കുവാനെ, കൈവുണ്ടായിക്കോട്ടെ പാണ്ഡിത്യം ഉണ്ടായിക്കോട്ടെ ഒക്കെ ഉണ്ടായിക്കോട്ടെ, പ്രസിഡന്റ് ആക്കുമോ? ഓ വന്ന് വാർത്തതാ. ആരാപ്പം ഇവിടെ പൊട്ടി മുളച്ചോട്ട്? ദുന്യാവ് എന്ന് പറഞ്ഞാൽ അങ്ങനെ, ഭൂമി പറഞ്ഞാൽ അങ്ങനെ എല്ലാവർക്കും ഉള്ളത്. അപ്പോ അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ ബിശൈഇൻ വുഖിറ ഫീ ഖൽബിഹി എന്ന് പറഞ്ഞാൽ ഒന്നാമത്തത് സഖാവത്തുൻ നഫ്സ്, 2 സലാമത്തു സദർ, മനസ്സിൽ ഒരാളോടും വെറുപ്പില്ല, ഒരു വെറുപ്പില്ല. മയ്യത്ത് നിസ്കരിച്ചാൽ സഹിഹാകുന്ന ഒരൊറ്റ മുഅ്മിനിനോടും ഖൽബിൽ വെറുപ്പ് വിചാരിക്കാൻ പാടില്ല. നമ്മളെ മകളെ ഒരാൾ കല്യാണം കഴിച്ചു. ആ കല്യാണം കഴിച്ച മകളെ ഒരാൾ തലാക്ക് ചൊല്ലി. മരുവൻ തലാക്ക് ചൊല്ലി, ഓളെ വേറെ കെട്ടിച്ചു, മരുവൻ വേറെ പെണ്ണും കെട്ടി. ആ മരുവനെ വെട്ടിച്ചിറങ്ങാടിയിൽ വെച്ചിട്ട് നമ്മൾ കണ്ടാൽ കെട്ടിപ്പിടിച്ചോ? ഇവിടെ വാ ഹബീബേ, എൻ്റെ പെണ്ണുങ്ങളായ എൻ്റെ മകളെ തലാക്കില്ലാലും എൻ്റെ പെണ്ണുങ്ങളായ എൻ്റെ അമ്മായിമാനെ എനിക്ക് ഇപ്പോഴും തൊട്ടാവുന്നത് മുറിയില്ല, ഇജ്ജ് വന്നിട്ടൊരു ചായ കുടിച്ച് പോയിക്കോ, ഒക്കെ ഇരിക്കുമോ? ആ വൈക്ക് പോകുമോ? എന്നാൽ മരുവനോട് തെറ്റാൻ ഈ ഒരു തലാക്കിന് അനുവാദം തരുന്നുണ്ടോ? അപ്പോൾ നമ്മളെ മകളെ പെങ്ങളെ, എൻ്റെ ഒരു പെങ്ങളെ അങ്ങനെ ഒഴിവാക്കി, ഇപ്പോൾ വേറെ കല്യാണം കഴിച്ചു. പക്ഷെ ആ ഒഴിവാക്കുന്ന സമയത്ത് തന്നെ, ആ ഒഴിവാക്കൽ ചടങ്ങിൻ്റെ സമയത്ത് എൻ്റെ വാപ്പ പറഞ്ഞത്, നമ്മൾ തമ്മിലുള്ള ബന്ധം ഒരിക്കലും പോണില്ല കേട്ടോ, അവിടുത്തെ കല്യാണം ഇവിടെയും പറയും, ഇവിടുത്തെ കല്യാണം അവിടെയും പറയും, ഞങ്ങൾ അങ്ങോട്ടും പോകും, പെങ്ങളോളാ അമ്മായിമാനെ കാണാൻ എന്നുള്ള എനിക്ക് അങ്ങനെ പോകലുണ്ട്. അതിൻ്റെ വാപ്പാൻ്റെ ഓർഡറാണ്. നമുക്കതിന് യാതൊരു വിഷയവും വന്നിട്ടില്ല, അതൊരു പ്രശ്നവും. അതുകൊണ്ട് തെറ്റിയിട്ട് എന്താ കാര്യം?
ഒരു ഗുണമില്ല. ഈ ലോകത്ത് ഒന്നാമത്തെ പൊട്ടത്തരം എന്താ അറിയോ? വേറൊരു മനുഷ്യനോട് തെറ്റുക എന്നുള്ളതാണ്. കാരണം എന്താ? വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ. ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ വന്നു. അൽഹംദുലില്ലാഹ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ തിരക്കാണ്, ഹിദ്മയിലാണ്. തൃശ്ശൂർ ജില്ലയിൽ ഏറ്റവും വലിയ സൽക്കാരത്തിന് വേണമെങ്കിൽ മൂപ്പര സ്ഥാപനത്തിൽ പോകണം, മരിയിൽ പോകണം. അങ്ങനെയൊക്കെയാണ്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. എന്തോ എന്നാ ആമീൻ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇതങ്ങോട്ട് അല്ലോ, ഞാൻ നിർത്തുകയാണ്. കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് തങ്ങൾ വന്നു, ഞാൻ നിർത്തി. മനസ്സ് നന്നാകുക. അനസ് ബിൻ മാലിക് തങ്ങൾ നബി തങ്ങൾ അടുക്കൽ വന്നു. 8ാമത്തെ വയസ്സിലാണ്. തലയിൽ കൈവച്ചു പറഞ്ഞ എന്താ അറിയോ? ഐ ബുനയ്യ ഇൻ ഖദർത അൻ തുൻസിയ വ അൻ തുസ്ബിഹ വലൈസ ഫീ ഖൽബിക ഖിശ്ശുൻ ലി അഹദിൻ ഫഫഅൽ വദാക സുന്നതി. മോനെ, എനിക്കൊരു സംസ്കാരമുണ്ട്. ആ സംസ്കാരത്തിൻ്റെ പ്രത്യേകത എന്താണ്? ദിനരാത്രങ്ങൾ കൊഴിഞ്ഞു പോകും, ഓരോ ദിവസങ്ങളും മറിഞ്ഞു വരും. കഴിഞ്ഞുപോയ നാളുകൾക്ക് മടക്കമില്ല, കൊഴിഞ്ഞുപോയ ഇന്നലകൾക്ക് തിരിച്ചു വരവില്ല. എന്നാൽ ഈ യാത്രകൾക്കിടയിൽ ചിലർ നമ്മെ ദുഃഖിപ്പിക്കും, ചിലർ നമ്മെ സന്തോഷിപ്പിക്കും, ചിലർ നമ്മെ ആനന്ദിപ്പിക്കും, ചിലർ നമ്മെ കരയിപ്പിക്കും, ചിലർ നമ്മെ ചിരിപ്പിക്കും. അതൊക്കെ ചിലരിലൂടെ ഉണ്ടാകുമെങ്കിൽ യഥാർത്ഥ കർത്താവ് അല്ലാഹുവാണ്. ഇവരൊക്കെ കാരണക്കാരാണ്. അതുകൊണ്ട് ഏതെങ്കിലും പടപ്പുകളിൽ നിന്ന്, അയൽക്കാരനിൽ നിന്നൊരു വിഷയം വന്നു, അതല്ലെങ്കിൽ ഒരു പ്രയോഗം വന്നു, അതല്ലെങ്കിൽ വല്ല വിഷയങ്ങളും വന്നാൽ അതിൻ്റെ പേരിൽ അവരോട് പിണങ്ങരുത്, തെറ്റരുത്. ജ്യേഷ്ഠനും മനുജനും പിണക്കമുള്ളവരുണ്ട്, ഇബാദത്ത് സ്വീകരിക്കൂല. ഒരാളോട് തെറ്റി നിൽക്കുക. ആ തെറ്റിയാൽ ഒരു കുറ്റല്ല, ഒരു സെക്കൻഡിനൊരു കുറ്റം. ഒരു ദിവസം ഉണ്ടാതിരുന്നാൽ അയാൾ അക്കൗണ്ടിൽ കയറുന്നത് 86,400 മഴസിയത്തായിട്ടാണ് ഇവിടെ എഴുതപ്പെടുന്നത്. ഞാൻ വെറുതെ അറിയില്ല, ഗസാലിമ പറഞ്ഞാൽ മസിൽ പിടിച്ച് വാശി പിടിച്ചിട്ട് ഇങ്ങനെ തെറ്റി കിടക്കുന്നുണ്ടല്ലോ, ആരും മുണ്ടണ്ടാകും. അങ്ങനെയാ? നമ്മളൊരാൾ ഹജ്ജിന് പോകുന്ന സമയത്ത് യാത്ര പറയാൻ വേണ്ടി പോയപ്പോൾ ചോദിച്ചു, നിങ്ങൾ അയാളോട് ഓനോട് മുണ്ടേണ്ട ആവശ്യമൊന്നുമില്ല, ഓനൊരു നായിക്കാട്ടാണ് കാരണം. അപ്പോൾ നിങ്ങൾ സുബൈയും പോയി നിൽക്കാനും പോയി ഒക്കെ പോയായിരുന്നു. അത് പോകില്ലാന്നല്ല, മൈസറി പോകുമ്പോൾ ഏടൊക്കെ ബ്ലാങ്കായിരിക്കും. ആണെങ്കിൽ മുണ്ടിക്കോളിന്ന് പറഞ്ഞു. അത് മുണ്ടൂലാറുണ്ട്. ഞങ്ങളാണ് പോകണ്ടാറുണ്ട്. ഹജ്ജിന് പോകണ്ട, ഞാൻ പോകുന്നായിരുന്നു. എന്നാ പോയിക്കോളി, നിങ്ങൾ മുഅ്മിനാന്ന് എഴുതിയിട്ട് പറഞ്ഞതാണ്, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ആളാന്ന് എഴുതി പറഞ്ഞാണ്. സോറി, ശർമ്മനാന്നുള്ളത് അറിഞ്ഞില്ല. ഞാൻ റസൂലിനെ പറഞ്ഞാൽ ഞാനീ പറഞ്ഞത്. നിങ്ങൾ അതിന് വാശി പിടിച്ചാലെങ്കിൽ അങ്ങനെയാണോ ചോദിച്ചു. അപ്പം അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. പിണക്കം ഒരാളോടും ഉണ്ടാവരുത്. നമ്മളെ നാവിന് ശ്രദ്ധിക്കും. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ 4 കാര്യങ്ങളിൽ 2ാമത്തതാണ് സലാമത്തു സദർ, 3ാമത്തത് വന്നുസ്ഹു ലിൽ ഉമ്മ. എല്ലാവർക്കും ഗുണമുദ്ദേശിക്കുക, ഖൈറുദ്ദേശിക്കുക. ഇതാ നമ്മൾ വേണ്ടത്. ഒരാളെ 100 റബ്ബർ വാങ്ങി അങ്ങനെ ടെൻഷനായിക്കുമ്പോൾ പിറ്റേന്ന് പോകുന്ന സമയത്ത് അവൾ ചിരിച്ചുക. എന്തേന്ന് ചോദിച്ചപ്പോൾ മറ്റവൻ്റെ 150 വാങ്ങിക്കണ്. അപ്പം മറ്റവൻ്റെ 150 വാങ്ങിയതാണ് ഇവൻ്റെ 100 വാങ്ങിയതിനുള്ള സമാധാനം. അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. പിന്നെയോ, എല്ലാവർക്കും നന്മ ഉദ്ദേശിക്കുക. 4ാമത്തതോ ഇഹ്തിഖാറു നഫ്സ്, സ്വന്തത്തെ പൊക്കാതെ അഹങ്കരിക്കാതെ വിനയത്തോടു കൂടെ. നബി തങ്ങളുടെ തഹജ്ജുദിൻ്റെ ദുആയിൽ അല്ലാഹുമ്മ ജഅൽനി ശാകിറ, അല്ലാഹുവേ എന്നെ നന്ദിയുള്ളവനാക്കണം. അല്ലാഹുമ്മ ജഅൽനി സ്വാബിറ, റബ്ബേ എല്ലാ നിലക്കും നിയന്ത്രിക്കുന്നവനാക്കണം. അല്ലാഹുമ്മ ജഅൽനി ഫി ഐനി സഗീറ വഫി അഅ്യുനിൻ നാസി കബീറ, അല്ലാഹുവേ എൻ്റെ കണ്ണിൽ എന്നെ ഒരു വിനയമുള്ളവനാക്കണം, ആളുകളുടെ കണ്ണിൽ എനിക്കൊരു മതിപ്പുള്ള ആളാക്കണം, മാതൃകാ വ്യക്തിത്വമാക്കണം. വജഅൽനാ ലിൽ മുത്തഖീന ഇമാം. ഈ 4 ഗുണങ്ങളായിരുന്നു സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നത്. ആ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കുരുത്തവും പൊരുത്തവും നടത്തത്തിലും ഇരുത്തത്തിലും കിടത്തത്തിലും ഊണിലും മുറക്കിലും മുന്നിലും പിന്നിലും മുകളിലും താഴെയും അള്ളാഹു നമുക്ക് ഓശാരം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.
ആഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.